ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ വിഷ് ന്യൂ ബൈറ്റ്സ് ചാനലിലേക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ അൽബേക്ക് ദ ടേസ്റ്റ് ഓഫ് മിഡിൽ ഈസ്റ്റ്, നമ്മുടെ അൽത്താസയുടെ അടുത്ത്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽത്താസയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അൽബേക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവുമെന്ന്. അങ്ങനെ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ സ്വന്തം അൽബേക്കിൽ, നമ്മളുടെ ടേസ്റ്റ് ഓഫ് മിഡിൽ ഈസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ലൊക്കേഷൻ അറിയുന്ന പോലെ നമ്മുടെ സ്വന്തം പാലക്കാട് കൊപ്പം ജംഗ്ഷനിലാണ്, നമ്മുടെ ബൈപ്പാസ് റോഡിൽ, കാലിക്കറ്റ് ബൈപ്പാസ് റോഡിലാണ് നമ്മളുടെ ഈ ഒരു അൽബേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇവരുടെ മെനു കാർഡ് ഉണ്ട്. നമ്മൾ കൗണ്ടറിൽ പോയിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത് നമ്മൾ ബില്ലടിക്കണം. ബില്ല് അനുസരിച്ചിട്ട് അവരുടെ ആ ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവും. ആ ടൈം ലിമിറ്റിൽ നമുക്ക് ഫുഡ് നമ്മുടെ ടേബിളിലേക്ക് റെഡി ആവും. സെൽഫ് സർവീസ് ആണ്. നമ്മൾ സാധനം ഐറ്റം ഫുഡൊക്കെ നമ്മൾ അവിടുന്ന് എടുക്കേണ്ടി വരും. എടുത്തിട്ട് നമ്മൾ ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കേണ്ടി വരും. എനിക്ക് ഇവരുടെ ആംബിയൻസ് ആണ് നല്ല ക്ലാസിക് രീതിയിലാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ രണ്ട് ഐറ്റംസേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ആ 2 ഐറ്റംസ് പക്ക നല്ല ഹെവി ഐറ്റം ആയിരുന്നു. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്ത അവരുടെ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ പിzzയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 300, 350, 340 ആ റേഞ്ചിലാണ്. എനിക്ക് പ്രൈസ് എക്സാക്ട്ലി ഓർമ്മ വരുന്നില്ല. അപ്പോൾ 6 സ്ലൈസ് ആയിട്ടാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ചീസ് പുള്ളുള്ള ഒരു അടിപൊളി പിസ്സ. ഈ ഒരു പിസ്സ കഴിക്കുമ്പോൾ ശരിക്കും ആ ഒരു ഫ്രൈഡ് ചിക്കനും മുകളിൽ ടോപ്പ് ചെയ്തിട്ട് വിത്ത് ക്യാപ്സിക്കം, കോൺ, ടൊമാറ്റോ എല്ലാം ഉള്ള അടിപൊളി പിസ്സയാണ്. നല്ല ചീസ് പുൾ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. നമുക്ക് യൂഷ്വലായിട്ട് കിട്ടുന്ന പോലത്തെ പിസ്സയല്ല, ഇത് കുറച്ചുകൂടി ഫ്ലേവർഫുള്ളായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അവർ പ്രോപ്പറായിട്ട് അത് ഗാർണിഷ് ചെയ്തും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒപ്പം നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു പിസ്സ. നമ്മൾ 3 പേരുള്ളതുകൊണ്ട് 6 സ്ലൈസ് പിസ്സ ഇറ്റ് വാസ് മച്ച് ഇനഫ് ഫോർ അവർ ടമ്മി. ഇറ്റ് വാസ് എ വെരി ഗുഡ് പിസ്സ. അടുത്ത് നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത അവരുടെ 4 പീസ് ഫ്രൈഡ് ചിക്കനാണ്. പക്ഷേ ആ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് 4 പീസ് ഫ്രൈഡ് ചിക്കൻ, 2 ബണ്ണ്, ഒരു ചെറിയ കുട്ടി 20 രൂപയുടെ പെപ്സിയും പിന്നെ 2 ഡിപ്പും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഡിപ്പിൽ ഒന്ന് മയോണീസ് ആണിക്കും, പിന്നെ ഒന്ന് ഗാർലിക് സോസാണ് തോന്നുന്നു. ഗാർലിക് സോസാണ്. ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 5 പീസാണ്. എക്സ്ട്രാ ഒരു പീസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് ചിക്കനൊക്കെ എല്ലാം ഒരു കുട്ടി രീതിയിലാണ് അവർ സെർവ് ചെയ്യുന്നത്. ഒരു ലെഗ് പീസും ഒരു ബാക്കിയുള്ള പീസൊക്കെ. ആ ചിക്കൻ്റെ ആ ഒരു എക്സാക്റ്റ്, ഞാൻ മിഡിൽ ഈസ്റ്റിലായതുകൊണ്ട് എനിക്ക് ആ എക്സാക്റ്റ് ചിക്കൻ്റെ മിഡിൽ ഈസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ല് ആ രീതിയിലത്തെ പോലെ എനിക്കൊരു തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ആ ഫസ്റ്റ് തന്നെ ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ചിക്കൻ പുറത്തെടുക്കുമ്പോൾ തന്നെ ആ ഒരു എക്സാക്റ്റ് സ്മെൽ, ആ ഒരു കിട്ടുന്ന ഒരു സ്മെല്ല്, ഫ്രൈഡ് ചിക്കൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ആ ഒരു പീസ് എടുത്തപ്പോൾ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾ കാണണം. നല്ല ചൂടായിരുന്നു അത് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് ഓൾസോ വാസ് വെരി ഗുഡ്. അത്ര സ്പൈസി ആയിരുന്നില്ല, നോർമൽ രീതിയിലത്തെ ആ ഒരു ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. നല്ല അങ്ങനെ നമുക്ക് മടുപ്പ് തോന്നുന്ന ഒരു ഫീല് നമുക്ക് ഈ ഒരു ചിക്കനിൽ കിട്ടില്ല. ബിക്കോസ് ആ ഒരു ഓയിൽനെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ എന്നാലും ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് വൈസ് ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ ആ ചിക്കൻ്റെ ഒപ്പം ആ 2 ഡിപ്പ് ഓൾസോ നല്ലതായിരിക്കും. എനിക്ക് കൂടുതൽ മയണീസിനെ പറ്റിയും ആ ഗാർലിക് സോസാണ് കൂടുതൽ, ആ ഒരു ചെറിയ സ്പൈസിനെസ്സിൻ്റെ ഫ്ലേവറാണ് അത് കിട്ടിയത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആയാലും ആ ഡ്രിങ്ക്സ് ആയാലും ബണ്ണായാലും എല്ലാം പ്രോപ്പർ രീതിയിലാണ് അവർ സെർവ് ചെയ്യിക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ 3 പേരും കൂടി ഈ 2 ഐറ്റം പിzzയും ഫ്രൈഡ് ചിക്കനും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ആ ഒരു രീതിയാണ് നിങ്ങളിപ്പോൾ പ്ലേറ്റിൽ കാണുന്നത്. ഫുള്ള് നമ്മൾ അടിച്ച് മിനുക്കി എന്ന് പറയണം. ഈ ഫ്രൈഡ് ചിക്കൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് 600 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അൽബേക്ക് വന്നിട്ടൊന്ന് ട്രൈ ചെയ്യണം. അൺടിൽ ദെൻ ഒരു വീഡിയോ വരുന്നവർ അതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അൺടിൽ ദെൻ ഒരു വീഡിയോ വിത്ത് ലവ്, വിഷ് ന്യൂ ബൈറ്റ്സ്. താങ്ക് യു സോ മച്ച്.